സോളാർ പാനൽ സൗരോർജ്ജത്തെ വൈദ്യുതോർജിതമാക്കുന്ന സൗരോർജ്ജിത സെല്ലുകളുടെ ശേഖരണമാണ് സോളാർ പാനൽ. ഇതിൽ സിലിക്കൺ എന്ന് പറയുന്ന മൂലകമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സിലിക്കൺ പാളികളിൽ പതിക്കുന്ന സൂര്യപ്രകാശം അതിൻ്റെ ആറ്റങ്ങളെ ഉദ്ദീപിക്കുകയും ഇലക്ട്രോണുകളുടെ പ്രവാഹത്തിന് കാരണമാകുകയും ചെയ്യുന്നു. ഇലക്ട്രോണുകളുടെ ഈ പ്രവാഹമാണ് പിന്നീട് വൈദ്യുതോർജിതമായി മാറ്റുന്നത്. മഴയുള്ള സമയത്ത് മേൽക്കൂരയിൽ നിന്ന് മഴവെള്ളപ്പാത്തിൽ കൂടി ശേഖരിച്ച് കിണറ്റിന് മുഴുത്തായെടുത്ത കുഴിയിലേക്കോ അല്ലെങ്കിൽ ഫിൽട്ടർ വഴി നേരിട്ട് കിണറ്റിലേക്കോ എത്തുന്ന രീതിയാണ് വെൽ റീചാർജ്. പ്രയോജനങ്ങൾ: ഉപയോഗശൂന്യമായ കിണറുകൾ, കുഴൽ കിണറുകൾ എന്നിവ ഇത്രകാലം ഭൂജലത്തിലേക്ക് എത്തുവാൻ സാധിക്കും. വേനൽക്കാലത്ത് കാലക്രമേണ ഒരു ചെടിക്ക് വേണ്ട വെള്ളത്തിന്റെ അളവ് കൃത്യമായി നിർണ്ണയിച്ച് അത്രയും വെള്ളം വന്നാൽ ഇടവേളകളിൽ ചെടിയുടെ ചുവട്ടിൽ കിട്ടുന്ന രീതിയാണ് ഇതിന് കണിക ജലസേചനം എന്ന് പറയപ്പെടുന്നു. പ്രയോജനങ്ങൾ: 60% മുതൽ 80% വരെ വെള്ളം ലാഭിക്കും എന്നതാണ് ഇതിന്റെ പ്രധാന സവിശേഷത. നനയുടെ ക്ഷമത കൂടുതലാണ്. ഡ്രിപ്പ് ഇറിഗേഷന് ചെടിയുടെ ഉൽപാദനക്ഷമത ഗുണനിലവാരം മെച്ചപ്പെടുത്താനും രോഗസാധ്യത കുറയ്ക്കുവാനും കഴിയും. നമസ്കാരം. സുസ്ഥിര കൃഷിയുമായി ബന്ധപ്പെട്ട വർക്ക് മോഡലാണ് ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഇതാണ് എക്കോപോണിക്സ്. എക്കോപോണിക്സ് എന്നത് ഒരു സുസ്ഥിര ഭക്ഷ്യ ഉൽപാദന സംവിധാനമാണ്. ഇതിൽ ഹൈഡ്രോപോണിക്സും അക്വാകൾച്ചറും സംയോജിതമായിരിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന ഘടകങ്ങൾ: ഫിഷ് ടാങ്ക്, മത്സ്യം, ബയോഫിൽറ്റർ, മത്സ്യമാലിന്യമായ അമോണിയ നൈട്രേറ്റാക്കി മാറ്റുന്നു. ഹൈഡ്രോപോണിക്സ് ചെടികൾ വെള്ളത്തിൽ വളരുവാനും പോഷണം ആഗിരണം ചെയ്യാനും വളരെയധികം സഹായകരമാണ്. വാട്ടർ സർക്കുലേഷനും വായുസഞ്ചാരവും മൂലം ചെടികൾക്കും മത്സ്യങ്ങൾക്കും ഓക്സിജൻ ലഭിക്കുന്നു. ഗുണങ്ങൾ: മത്സ്യമാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നു. ഗുണം ചെയ്യുന്ന ബാക്ടീരിയകൾ മത്സ്യമാലിന്യമായ അമോണിയയെ നൈട്രേറ്റാക്കി മാറ്റുന്നു. നൈട്രേറ്റ് സമ്പുഷ്ടമായ വെള്ളം ചെടികളെ പോഷിപ്പിക്കുന്നു. ചെടികൾ പോഷണം ആഗിരണം ചെയ്യുകയും ജലം ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ശുദ്ധജലം ഫിഷ് ടാങ്കിലേക്ക് മടങ്ങുന്നു. ഇതിൻ്റെ പ്രയോജനങ്ങൾ: ജലസംരക്ഷണം, 98% വരെ ജല ഉപയോഗം കുറവ്, വിളവ് വർദ്ധിക്കുന്നു, വർഷം മുഴുവൻ ഉൽപ്പാദനവും. ഇതിൽ കീടനാശിനികളോ കളനാശിനികളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജൈവ രീതിയിൽ കൃഷി ചെയ്തുണ്ടാക്കിയ പച്ചക്കറികളും ആരോഗ്യകരമായ മത്സ്യവും നമുക്ക് ലഭിക്കുന്നു.